തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്കു ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം. ഈശോ തൻ്റെ 12 അപ്പസ്തോലന്മാരെ വിളിച്ചുകൊണ്ട് വലിയൊരു വാഗ്ദാനം നൽകുകയാണ്. തൻ്റെ ശരീരമായ സഭയുടെ ഉത്കർഷത്തിനു വേണ്ടി. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നമുക്കറിയാം, ഈശോയുടെ കുരിശുമരണ ഉത്ഥാനത്തിലൂടെ സാത്താൻ്റെ എല്ലാ ആധിപത്യങ്ങളും നമ്മിൽ നിന്നും ലോകത്തിൽ നിന്നും ഈശോ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് ഇങ്ങനെ പറയുന്നത്: ഇപ്പോൾ മുതൽ എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും. അപ്പോൾ ഈശോയുടെ കുരിശുമരണത്തിൽ തൻ്റെ പിതാവിനോടുള്ള സ്നേഹം ഈശോ തെളിയിച്ചതുകൊണ്ട് എല്ലാ നാമങ്ങളെക്കാളും ദൈവത്തിൻ്റെ നാമം ഉയർത്തുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തുവിൽ മാമോദിസ ചെയ്ത ഏതൊരു വ്യക്തിയും സംബന്ധിച്ച് ആ മുദ്ര തൻ്റെ നെറ്റിയിലും ആത്മാവിലും ഉണ്ടാകുന്ന കാലം അത്രയും തിന്മയുടെ ഒരു ശക്തിക്കും തന്നെ നശിപ്പിക്കുവാനായിട്ട് ആകുകയില്ല. പക്ഷെ ചില പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുന്നു. അത് നമ്മുടെ അഹങ്കാരം കുറയ്ക്കുന്നതിനും വിശുദ്ധി ഉണ്ടാകാനും വേണ്ടിയാണ് ചില പരീക്ഷണങ്ങൾ ദൈവം അനുവദിക്കുന്നത്. അപ്പോൾ കാരണം എന്താണെങ്കിൽ, ദാവീദ് പറയുകയാണ്, കഷ്ടത എനിക്ക് ഉപകാരമായി, തന്മൂലം ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ പഠിച്ചു. ദാവീദിന് കർത്താവിൻ്റെ കൽപ്പനകൾ പഠിക്കുവാൻ സാധിച്ചത് കഷ്ടതകൾ വന്നപ്പോഴാണ് ദൈവത്തിലേക്ക് കുറച്ചും കൂടി അടുക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ചില സങ്കടങ്ങൾ നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനായിട്ട് സഹായിക്കും. ഈ വചനം പഠിക്കുന്നതിലൂടെ നമ്മുടെ മാമോദിസയിലൂടെ ലഭിച്ചിരിക്കുന്ന വിളി, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെ ലഭിക്കുന്ന അഭിഷേകം, തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും അസൂയകളും നമ്മിൽ നിന്ന് പോകുന്നതിനും അതിനെല്ലാം അതിജീവിക്കാൻ കർത്താവ് കൃപയും അധികാരവും തന്നിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് അങ്ങനെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യട്ടെ.